സോ ഹേ ഗൈസ്, വെൽക്കം ടു ശിവ. യു ആർ വാച്ചിങ് TV Moto Motives യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സാധാരണ എൻ്റെ വീഡിയോ തമ്മിൽ കണ്ട പോലെ ഒരു സ്പ്ലെൻഡറിൽ ട്വിസ്റ്ററിൻ്റെ മൾഗാർഡ് സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുമായിരിക്കും, ഇത് ഒത്തിരി നാൾ മുന്നേ ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ്. ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ട് ഇതിനെപ്പറ്റി. ഞാൻ ഓൾറെഡി നിങ്ങളിപ്പോൾ എങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മൾഗാർഡ് തന്നെ ഒരു 10-20 പീസുകൾ സെയിലായിട്ടുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയുടെ കാരണം വെച്ചാൽ ഇപ്പോഴും ചിലർക്ക് ഡൗട്ടാണ് നമ്മുടെ ക്ലാമ്പ് കിറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതെങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത്, അത് ഡയറക്റ്റ് ഫിറ്റ് ആണല്ലോ, ഓൾട്രേഷൻസ് ഉണ്ടോ, സ്പ്ലെൻഡറിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെ, മറ്റു വണ്ടിയുടെ കേസ് ഇപ്പം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊരു BS6 സ്പ്ലെൻഡറിൽ തൽക്കാലം സെറ്റ് ചെയ്യുന്നതിന് വീഡിയോ വെച്ചോണ്ടാണ് നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ ഡൗട്ട്സിൻ്റെയും നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ നമുക്ക് എന്തൊക്കെ സാധനമാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. ഇതാണ് നമ്മൾ പറയുന്ന ഈ ട്വിസ്റ്ററിൻ്റെ മൾഗാർഡ്. ഇപ്പോൾ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ 2 സ്ട്രോക്ക് ബൈക്കുകളിലും 4 സ്ട്രോക്ക് ബൈക്കുകൾ, ഐ മീൻ സ്പ്ലെൻഡർ പോലത്തെ വണ്ടികളും ആൾക്കാർ ഓൾട്ടർ ചെയ്ത് ചെയ്യുന്ന മൾഗാർഡാണ്. സ്പ്ലെൻഡർ, പാഷൻ പ്രോ പോലുള്ള ഒത്തിരി വണ്ടികൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റീസ് ഓഫ് കുറേ വണ്ടികൾ. അപ്പോൾ വേണം ലിസ്റ്റ് നമ്മുടെ ചാനൽ ജസ്റ്റ് എടുത്ത് നോക്കിയത് കുറേ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ആണ് നമ്മുടെ ക്ലാമ്പ് കിറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ മെയിനായിട്ട് നട്ട് ബോൾസ് കാര്യങ്ങളൊക്കെ ന്യൂ ആണ്. അതിനകത്ത് 4 സ്ട്രൈറ്റ് ക്ലാമ്പ് വരുന്നുണ്ട്, 4 ഫ്ലാഞ്ച് ബോൾസ് വരുന്നുണ്ട്, നമ്മുടെ ഹാഫ് നെറ്റ് വരുന്നുണ്ട്, അല്ലാണ്ട് ട്യൂബ് നെറ്റ് വരുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നത്. ബേസിക് ആയിട്ട് പറയുവാണ്, എല്ലാം ചിലർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന നിർബന്ധമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫിറ്റിങ്സ് എങ്ങനെയാണെന്നുള്ളത് ചുമ്മാ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പം ക്ലാമ്പിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്രണ്ടിൽ വരുന്ന 2 ക്ലാമ്പും ബാക്കി വരുന്ന 2 ക്ലാമ്പുമാണ്. അതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം പണിയുള്ളത് ഫ്രണ്ടിൽ വരുന്ന 2 ക്ലാമ്പിലാണ്. ഇതിനകത്ത് വന്നിട്ട് ഈ ട്യൂബ് നെട്ടും ഈ ചെറിയ എലങ്കി നട്ടും ആദ്യമേ നമുക്ക് ഫിക്സ് ചെയ്യണം. അത് വന്ന് ട്യൂബ് നെറ്റിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ക്ലാമ്പിലോട്ട് ഫേസ് ചെയ്തിരിക്കേണ്ടത് കേട്ടോ. ഇതുപോലെ നമുക്ക് 2 സെറ്റ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഈ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മൾഗാർഡിൻ്റെ ഫ്രണ്ട് വരുന്ന സെറ്റ്. ഇതിന് പകരമാണ് ചിലവർ ഇത് ബെൻഡ് ചെയ്ത് നിർത്തുന്നത്. ബെൻഡ് ചെയ്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലാമ്പിൻ്റെ വിലം പോവും, വേറൊരു കേസ് ചിലപ്പം ബെൻഡ് ചെരിഞ്ഞ് പറഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ വണ്ടി ഇരിക്കുന്ന ഷേപ്പ് മാറിപ്പോവും. ഇതാണെങ്കിൽ പക്ക പ്രോപ്പറായിട്ട് 2 ഒരേ ഹൈറ്റിലും ഒരേ ലെങ്തിലും ഇരിക്കുന്നതുകൊണ്ട് ഷേപ്പിൽ വ്യത്യാസമൊന്നും വരത്തില്ല. മൾഗാർഡും ഫുൾ ക്ലാമ്പ് കിറ്റ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിലായിരിക്കുന്ന സാധനം കേട്ടോ. മൾഗാർഡ് വരും, അതിൻ്റെ കൂടെ ഈ കണ്ടല്ലോ ക്ലാമ്പ് കിറ്റ്സിൽ ഓൾറെഡി നട്ട് ബോൾസ് പിടിപ്പിച്ച് ഈ ഒരു സെറ്റപ്പിലായിരിക്കുന്ന കയ്യിലൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇത് ഈ വണ്ടിയോട് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. സോ പിന്നെ വണ്ടിയിലോട്ട് പിടിപ്പിക്കുമ്പോൾ ഉള്ളത് ആദ്യം മൾഗാർഡിലോട്ട് പ്രൈമറി ആയിട്ട് ഈ ബാക്കിലത്തെ 2 നട്ടുകൾ പിടിപ്പിക്കാൻ കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിൽ ഈ 2 നട്ട് മുറുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി സ്റ്റമ്പ് ഉള്ളതുകൊണ്ട്. സോ ഈ ബാക്കിലത്തെ ഈ 2 നട്ട് അപ്പുറത്തെ പിടിപ്പിച്ച ശേഷം വേണം വണ്ടിയിലോട്ട് നമ്മൾ മൾഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ അത് ബാക്കത്തിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മൾഗാർഡ് നമുക്ക് നേരെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് മൾഗാർഡ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്കിൽ വരുന്ന നട്ട് ഇതാട്ടോ. ഇത് തികയത്തില്ല, നമുക്ക് ഇതിൻ്റെ പകുതി ലെങ്ത് മതിയാവും. അപ്പോൾ സോ അത് പറഞ്ഞ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. സെൻറ്ററായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ആട്ടോ ഇത്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ 2 ക്ലാംസ് വന്നിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് ഫിക്സ് ചെയ്യണം ഇതുപോലെ. എന്നാലേ നമുക്ക് ബാക്കി ഫർദറായിട്ടുള്ള പരിപാടി നടത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ മൾഗാർഡ് ഓൾമോസ്റ്റ് കയറ്റി വെച്ച് ചുമ്മാ നെട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് സംഭവം. വെച്ചാൽ ഈ ഒരു ലെവലിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് താത്തോ അല്ല ബാക്ക് പൊക്കി വെച്ചോ അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിനെ നട്ടുകളെല്ലാം വലിച്ചു മുറിക്കുകയാണ്. ഞാൻ പറഞ്ഞത് രണ്ടാമത് കയറ്റി വെച്ച ശേഷം ഇവിടുത്തെ 2 നട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ആൻഡ് ബാക്കിൽ നമ്മൾ ഓൾറെഡി ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിൻ്റെ ക്ലാമ്പ് താഴത്തെ നട്ടിട്ട് കൊടുത്താൽ മതി. സംഭവം എല്ലാം ഡയറക്റ്റ് ഫിറ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഓൾട്രേഷൻസോ ബെൻഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് നട്ടെല്ലാം നല്ലപോലെ വൃത്തിക്ക് വലിച്ചു മുറുക്കി വെച്ചാൽ തന്നെ മതി. മൾഗാർഡ് പക്ക ഷേപ്പ് കൊണ്ടല്ലോ കറക്റ്റ് സെൻറ്ററിലാണ്. ഇപ്പം കസ്റ്റമർക്ക് വേണ്ട ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് പൊങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ബാക്ക് മുട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. മൊത്തം വലിച്ചു മുറുക്കിയിട്ട് വണ്ടിയുടെ ഓവറോൾ ലുക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ള പറഞ്ഞുതരാം. ഫ്രണ്ട് മൾഗാർഡ് ഫുള്ള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒന്നുകൂടെ ആദ്യം വരെ പറയുകയാണ്, ഇതെന്ന് പറഞ്ഞാൽ CV ട്വിസ്റ്റർ എന്ന് പറഞ്ഞ ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന മൾഗാർഡ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 2 സ്ട്രോക്ക് ബൈക്കുകളിലാണെങ്കിലും സ്പ്ലെൻഡറുകളിലാണെങ്കിലും വേറെ ഏത് മോഡിഫൈ ചെയ്ത വണ്ടികളാണെങ്കിലും ഇത്രയും സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഭംഗി വരുന്നൊരു മൾഗാർഡ് നിലവിൽ മാർക്കറ്റിൽ വേറെ ഇല്ല.
സോ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇത് BS6 വണ്ടിയാണ്. ഇതിനകത്ത് ഡയറക്ട് സൂട്ടായിട്ടുള്ള ക്ലാം കിറ്റാണ് ചെയ്തേക്കുന്നത്. ഇതേ ക്ലാം കിറ്റ് തന്നെയാണ് മിക്ക വണ്ടികൾക്കും വരുന്നത്. മിക്ക വണ്ടികളും ഡയറക്ട് സൂട്ടാണ്, വില വ്യത്യാസം കാണില്ല. ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഈ താഴത്തെ ഹോൾ നിങ്ങൾക്ക് ഇച്ചിരി മേലോട്ട് കയറ്റിയിടേണ്ട വരത്തേ ഉള്ളൂ. അത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട വരും, അതേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും സെയിം വരും. പോരാണ്ട് നമ്മൾ ഫുൾ കിറ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ കൊറിയർ ചെയ്ത് ഓൾ ഇന്ത്യ കൊറിയേഴ്സ് ഉണ്ട്. സോ നോ പ്രോബ്ലം, പ്രശ്നം കാര്യമൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ്. ഇപ്പോൾ പോരാണ്ട് ഇത് ഒരു ഫുൾ BS6 വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്താട്ടോ. സംഭവം ഇതിലോട്ട് നമ്മൾ ബാക്കിൽ ഫിനിഷിംഗ് ഷോക്ക് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് നെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഹാൻഡിൽ ബാർ ഉണ്ട്, നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്യണം. പിന്നെ ക്വിക്ക് ത്രോട്ടിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഹാൻഡിൽ അത് എടുത്ത് നോക്കുക. പിന്നെ ഉള്ളത് ഇനി അണ്ടർവെല്ലി വെക്കണമെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഞാൻ അണ്ടർവെല്ലി ഒഴിവാക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു റീസെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും പരിപാടിയാണ് നമ്മൾ ഈ വണ്ടി ചെയ്തേക്കുന്നത്. അപ്പം മൾഗാർഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോ കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം. ജസ്റ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ആയതുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ വെൽസ് വിഷ്വാനിങ് ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.